ലേക്കും നേരത്തെ തന്നെ അടുക്കളയിലൊക്കെ കയറി ഞാൻ നിസ്കരിക്കാൻ പോണ മുമ്പ് പാല് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. അപ്പം പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് പാല് തിളപ്പിക്കാൻ വെക്കാം. ബൂസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം മദ്രസക്ക് പോകുമ്പോൾ അതൊരു ഗ്ലാസ് ഓടിച്ച് പോവും. അപ്പം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ പാല് ഒഴിച്ചെടുക്കുക. പാല് കുറച്ചുള്ളൂ, ഇനി ബാക്കി വെള്ളം കൂട്ടിയതാട്ടോ. എല്ലാവർക്കും എത്തിക്കണ്ടേ. ഇവിടുത്തെ ചായ കൂടി നിർത്തിക്കണേ. ഇപ്പോൾ ഹോർലിക്സ്, ബൂസ്റ്റ്, ബദാം അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് ചെൽക്കാക്കുള്ള ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് എനിക്കും ചെൽക്കാക്കും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പുറത്തൊക്കെ പോകണം. നോമ്പിനുള്ള സാധനങ്ങളൊക്കെ ചെൽക്കാക്ക് ഇന്നലെ വരുമ്പോൾ 4 ചവിട്ടിയുണ്ടെന്ന് ഇനി ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ മേലെ കഴുകിയിട്ടേക്കാണ്. അത് കാണാനൊക്കെ രസമുണ്ട്, പക്ഷെ അത് ചവിട്ടുമ്പോൾ കാലിൻ്റെ ഇട്ടിട്ട് കറുപ്പ് കരിയാവണ്. അതിന്മേലൊരു ഗ്രീസ് പോലത്തെ എന്തൊരു സാധനം കൊണ്ട് എയ്ത്തുണ്ട്. ആ എയ്ത്ത് കാലിൻ്റെ ഇടയിലാവണ്. അപ്പോൾ നമുക്ക് ഇത് തിളക്കാൻ വെക്കാം. പിന്നെ ഞാനിന്ന് പുട്ടുണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. ഇന്നലത്തെ ഇറച്ചിക്കറി കുറച്ചുണ്ട്. അപ്പം കറി ഉള്ളതുകൊണ്ട് പിന്നെ കുറേ ആയി പുട്ടുന്നിട്ട് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോൾ പുട്ട് ചുട്ടാലും ഇവിടെ ബാക്കിയാണ്. കുറച്ച് ചൂടാം, തോനൊന്നും ചൂടണ്ട, കുറച്ച് ചൂടാം. എന്താ ഞാൻ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് പുട്ട് ചുടൽ, അല്ലാതെ പുട്ടുപൊടിയായിട്ട് വേറെ സെപ്പറേറ്റ് വാങ്ങലല്ല. ഇതിലേക്ക് ഇനി ഉപ്പ് വെള്ളത്തിൽ ഉപ്പിട്ട് കണ്ടത് കലക്കിയാണ്ട് പാർന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ സാധാ എല്ലാവരും ചുടണ പോലെ തേങ്ങ, പുട്ടുപൊടി അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനെന്തൊക്കെ പറയാൻ വിചാരിച്ചിനി, മറന്നുപോയി. അപ്പോൾ പാല് തിളക്കാനായിക്കണേ. പാല് തിളച്ചാൽ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ബൂസ്റ്റ് പൊടിയും തൊട്ട് കൊടുക്കൽ. ഞാൻ എന്താ പറയാൻ നിന്നതെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഞങ്ങൾ മുകളിലത്തെ റൂമിലാണ്, മേലത്തെ റൂമിലാണ് ഞാനും ചെൽക്കാക്കും കുട്ടികളൊക്കെ കിടന്നത്. എന്തൊരു ചൂടാണ് അറിയാം മേലെ റൂമിൽ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. ഇതെന്താണെന്നറിയോ, ഇത് ശർക്കര പൊടിയാട്ടോ. പഞ്ചസാര ഉപയോഗം നിർത്തിക്കുന്നത് ശർക്കരൻ്റെ പൊടിയാണ്. അപ്പോൾ ശർക്കര പൊടി ആദ്യം ലേശതിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര പൊടി തീക്കിട്ടെടുത്ത് ഇത് ബൂസ്റ്റ് പൊടിയാണ്. ബൂസ്റ്റ് പൊടിയും 2 സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം തന്നെ കട്ട കുത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കട്ട കുത്തും. അപ്പോൾ നമ്മളെ ബൂസ്റ്റ് റെഡി. ഇങ്ങോട്ടില്ലേ ചൂടുകൊണ്ട് ഇന്നലെ 1 മണിക്കോ 2:30 അങ്ങനെ എന്തോ ഞങ്ങൾ താഴെ വന്ന് കിടന്ന് AC ഇട്ട് കണ്ട് പിന്നെ കിടന്ന് ഉറങ്ങിയത്. അപ്പം മുതൽ ആ സമയത്ത് ഭയങ്കര ഛർദി. എന്താ സംഭവം അറിയില്ല. ഇന്നലെ ചെൽക്കാക്കിയും കുട്ടികളും പുറത്ത് പോയി ബർഗർ തിന്നിനി, അതുകൊണ്ടാണ് അറിയില്ല. എളുപ്പം 3 വട്ടം ഛർദിച്ച്. ഇനി മദ്രസക്ക് വിടണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇനി വിട്ടിട്ട് മദ്രസയിൽ നിന്ന് ഛർദിക്കാണ്ടെങ്കിൽ അപ്പോഴും വിടും. ഇതാണ് കേട്ടോ ഉപ്പ് വെള്ളം. ഇത് ഉപ്പുണ്ട്, ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എപ്പോഴും സോഫ്റ്റായി നിൽക്കുന്നില്ല കേട്ടോ. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അത് മെഷീൻ കല്ലിൻ്റെ പോലെ ഭയങ്കര കട്ടിയാവും. പക്ഷെ എനിക്കത് സുഖമാണ്. നമ്മൾ സുഖമല്ല നോക്കുക, ഞാൻ സുഖമാണ് നോക്കല കേട്ടോ. ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും വേണ്ടിയില്ല, എളുപ്പപ്പണിയാണ് ഞാൻ നോക്കുക. അപ്പം ഇതിനുള്ളത് നോക്കട്ടെ. ഇനി അത് കുഴച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു കൈക്കൽ ഫോണും ഒരു കൈക്കൽ പൊടി കഴിക്കലും കൂടിയിട്ട് റെഡി ആവണമല്ലോ. ഈ മോൻ്റെ കൂടെ മദ്രസക്ക് പോകാനും വേണ്ടി മൂത്തച്ഛൻ്റെ മോൻ വന്നപ്പം മൂത്തച്ഛി ഇങ്ങോട്ടാക്കി കൊടുക്കും. അപ്പം മൂത്തച്ഛി കൊണ്ടുവന്നാണ് പഴം. അപ്പോൾ പുട്ടൊക്കെ ഏതായാലും പഴം, ഇത് നല്ല രസമുള്ള പഴമാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ പുട്ടുപൊടി. ഇതും തേങ്ങ തവണ ചേരണ്ടി വെച്ചിരിക്കണ അതും കൂടി നമുക്ക് പുട്ടുകുറ്റിക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ആവണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോഴാണ് ആ പൊടി റെഡി ആയിക്കണമെന്ന് മനസ്സിലാവില്ല കേട്ടോ. എൻ്റെ ഒരു ഇതാണ്.
എല്ലാവരും അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നണ വഴിയൊക്കെ ഞാൻ എൻ്റെ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ അഫിമോന് മദ്രസക്ക് പോകാനായി. അപ്പോൾ ഓൻ മദ്രസക്ക് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങി വരലാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ലിസ്റ്റ് റെഡിയാക്കി കൊടുത്ത് പൈസയും കൊടുത്തുക്കണ്. അപ്പം ഇനി ഓൻ വരുമ്പോൾ സാധനം വാങ്ങി വരും. 110 മിഞ്ഞാന്ന് വാങ്ങിയത് കൊടുക്കാണ്ട്, ഇന്നലെ കൊടുത്തിട്ടില്ല. മിഞ്ഞാന്ന് നോമ്പ് അതിൻ്റെ മുന്നത്തെ ദിവസം വാങ്ങിയതാണ്. വെള്ളം നല്ല തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനൊക്കെ വെച്ചെടുക്കാം. ഇതിൻ്റെ പിടുത്തത്തിൻ്റെ സ്ക്രൂവിൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടാവും. ഗ്യാസ് ഇട്ടത് പോകുന്നു. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ കുത്തുമ്പോൾ ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് കുത്താനായി തുടങ്ങിയിരിക്കണ്. ഇന്നലെ അഫീം ജൽക്കായ്ക്ക് വേണ്ടി പോയിക്കാണ്ട് വാങ്ങിയ മീനാട്ടാം. ഇവിടെ കുറേ ഇംഗ്ലീഷ് മീൻ വാങ്ങിയിരിക്കണേ, പക്ഷെ ഒന്നും നിൽക്കില്ല. വേഗം ചാവല. ഇതെങ്കിലും ഒന്ന് നീളം നിൽക്കട്ടെ. അങ്ങനെ ചായ പരിപാടി കഴിഞ്ഞ് ഇനി എല്ലാവരും പോലെ വെണ്ണീർ വാരണം, ചോറിന് തീയൊടിപ്പിക്കണം, പിന്നെ തിരുമ്പാനുള്ളത് മെഷീനിലിടണം, അകം കൊലയി അടിച്ചെരി തുടക്കണം. അങ്ങനെ തന്നെ മീൻ കിട്ടിയ മീൻ മുറിച്ചുകൊണ്ട് കറി വെക്കണം, പൊരിക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം ഇതുവരെ എത്ര മാത്രം ഇട്ടാൽ നമ്മളൊരു രാവിലെ എങ്ങനെയാണ്. ഇനി പാസമോള് കുളിക്കാൻ വേണ്ടി കുളിമുറി കയറിയിരിക്കണം. ഇനിയിപ്പോൾ കുളിമുറിയിൽ നിന്ന് വന്നാൽ എന്താ പറയുക, വറുതിട്ട് ചായ അടിച്ച് വറുതിട്ട് വണ്ടി കയറിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു രാവിലെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.